നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സത്യം, ഞാനല്ല ഇത് പറയാൻ പോകുന്നേ. അച്ഛനോട് എല്ലാം പറയാൻ പോകുന്നത് മാനേജർ വിജയ് തന്നെയാ. സംശയിക്കണ്ട, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ. വിജയ് ജീവിച്ചിരുന്നപ്പോ അദ്ദേഹം തന്നെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ദേ നോക്കി, ഇതില് താൻ അവന്തികയുമായി ചേർന്ന് പല രീതിയിലും കമ്പനിയിൽ നിന്നും പൈസ വെട്ടിച്ചിട്ടുണ്ടെന്നും അവന്തികയുടെ പല കൊള്ളരുതായ്മകൾക്കും കൂട്ടുനിൽക്കേണ്ടി വന്നിട്ടുണ്ടെന്നും തനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അതിന് കാരണക്കാരി അവന്തികയായിരിക്കുമെന്നും ഇതെന്റെ മരണമൊഴിയായി സ്വീകരിക്കണമെന്നൊക്കെ നല്ല വെടുപ്പായിട്ട് ഈ ഡയറിയിൽ വിജയ് എഴുതി വെച്ചിട്ടുണ്ട്. ഞാനിതേ അച്ഛനെ ഒന്ന് ഉറക്കെ വായിച്ച് കേൾപ്പിച്ചു കൊടുക്കാൻ പോവാ. ഞാനിപ്പോ നിൽക്കുന്നത് എവിടെയാണെന്ന് അറിഞ്ഞാലേ എടുത്ത് ഞെട്ടും. അച്ഛൻ ഉറങ്ങുക. എഴുന്നേറ്റാലുടനെ ഞാനിത് അച്ഛനെ ഏൽപ്പിക്കാം. അതുകൊണ്ട് ഇനി ഇങ്ങോട്ട് വരണമെന്നില്ല. അതുവഴി തന്നെ എങ്ങോട്ടെങ്കിലും പോവാൻ നോക്ക്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഒരു 15 മിനിറ്റ് കൂടി ഞാൻ നോക്കും അച്ഛൻ ഉണരുന്നോ എന്ന്. ഇല്ലെങ്കിൽ ഞാൻ വിളിച്ചുണർത്തും. അതേ 15 മിനിറ്റ് ഞാൻ ഏട്ടത്തിക്കും തരുവാ. ഈ ലോകത്തിൽ എവിടെയുണ്ടെങ്കിലും ആ 15 മിനിറ്റിനകം ഏട്ടത്തി ഇവിടെ വരണം. അങ്ങനെ എന്റെ മുമ്പിൽ എത്തിയ നമുക്ക് രണ്ടുപേർക്കും തന്നെ ഇത് പരിഹരിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കാം. അച്ഛനെ അറിയിക്കാതെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാവുകയാണെങ്കിൽ അതല്ലേ നല്ലത്. അപ്പോ 15 മിനിറ്റ്. വേഗം വാ കേട്ടോ, പിന്നെ എന്നെ കുറ്റം പറയരുത്. അയ്യോ, ഫോൺ കട്ട് ചെയ്യണ്ട. ഇങ്ങെത്തുന്നവരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാലോ. കണ്ണു കണ്ടോ പെണ്ണുപിള്ളെ? ആർക്കും വായുവിളി വാങ്ങാൻ വേണ്ടി പോവാ. നിന്ന് പ്രസംഗിക്കാതെ വണ്ടി എടുത്ത് മാറ്റണം.
15 മിനിറ്റ് ഞാൻ തന്നിട്ടും 12 മിനിറ്റ് കൊണ്ട് എന്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കണമെങ്കിൽ ഈ ഡയറിയിലെ അക്ഷരത്തിന് അവധിയുടെ ജീവന്റെ വില ഉണ്ടായിരിക്കണം. ഫോണിൽ കൂടി പറഞ്ഞതിൽ നിന്നും കൂടുതലായി എനിക്കൊന്നും പറയാനില്ല. ഒരു സന്ധി സംഭാഷണത്തിന് തന്നെയാ ഞാൻ വരാൻ പറഞ്ഞത്. ഇതിപ്പോ തന്നെ ഞാൻ നേരെ കൊണ്ടുപോയി അച്ഛനെ ഏൽപ്പിച്ച അവിടെ തീരും അവന്തിക. പിന്നെ ഓരോന്നോരോന്നായി ഞാനും വിളിച്ചു പറയും. ഒരു വലിയ പ്രശ്നം ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞ വീടാ ഇത്. ഇതിപ്പോ ഞാൻ പൊട്ടിച്ചാ അതുപോലൊരു പ്രശ്നമാവില്ല ഇവിടെ നടക്കാൻ പോകുന്നത്. ഞാൻ പറയാതെ തന്നെ അറിയാലോ അത്. ഇപ്പൊ തൽക്കാലം അതിന്റെ ഒന്നും ആവശ്യമില്ല. എനിക്കാകെ ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ. ഞാൻ ഒരു തവണ പറയും, കാത് കൂർപ്പിച്ച് കേട്ടോണം. നാളെ ഈ സമയത്ത് സന്ദീപ് ഇവിടെ ഉണ്ടാവണം. അതേത് രീതിയിലായാലും എന്ത് ചെയ്തിട്ടായാലും സന്ദീപ് ഇവിടെ വേണം. ഇവിടെ നിന്ന് അവനെ പുറത്താക്കാൻ കാണിച്ചതിന്റെ പകുതി ബുദ്ധി മതി അവനെ തിരിച്ചു കൊണ്ടുവരാൻ. അർച്ചന, അതെന്നെ കൊണ്ട് സാധിക്കില്ല. അച്ഛനെടുത്ത തീരുമാനം അത്. ഞാനെങ്ങനെ ആ തീരുമാനം മാറ്റും? ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഏത് രീതിയിലായാലും എന്ന്. ഒരച്ഛനെ കൊണ്ട് സ്വന്തം മകനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടിയിക്കണമെങ്കിൽ നിങ്ങളുടെ സാമർത്ഥ്യം കുറച്ചൊന്നും അല്ലല്ലോ. പറ്റില്ലെങ്കിൽ ഇപ്പൊ പറയണം. ഒന്നുകിൽ നാളെ സന്ദീപ് ഈ വീട്ടിനകത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ഈ വീടിന് പുറത്ത്. രണ്ടിലൊന്ന് തീരുമാനിക്കേണ്ട സമയം ഇപ്പൊ. തുടക്കം വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നേരെ അച്ഛന്റെ മുമ്പിലേക്ക് ചെല്ലണം. എന്നിട്ട് സന്ദീപിനോട് ക്ഷമിക്കാൻ പറയണം. തിരികെ കൂട്ടിക്കൊണ്ട് വരാമെന്നും പറയണം. ചിലപ്പോ നിങ്ങളുടെ നാവിന്നത് കേൾക്കാൻ അച്ഛൻ കാത്തിരിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളെ കൊണ്ടത് നിഷ്പ്രയാസം സാധിക്കുന്നു. പിന്നെ നിങ്ങളുടെ പ്രശ്നം അതൊന്നുമല്ല. എന്റെ മുമ്പിൽ വീണ്ടും തോക്കുന്നതിന്റെ നാണക്കേട്. അതാ ഇപ്പൊ നിങ്ങളുടെ മനസ്സ് മുഴുവൻ. എന്താ ശരിയല്ലേ? എന്നാ അതിന്റെ ആവശ്യമില്ല. കാരണം ആദ്യമായിട്ടല്ലല്ലോ തോക്കാൻ പോകുന്നു. അച്ഛൻ്റെ അടുത്തേക്ക് ഞാൻ പോണോ അതോ നിങ്ങൾ തന്നെ പോകുന്നോ? ശരി, എന്നാ ഞാൻ തന്നെ പോ. അർച്ചന, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.